എന്റെ കേസ് എന്താ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? അതൊരു കേസ് ആണെന്ന് പറയല്ലേ, അതെങ്ങനെയാ സംഭവിക്കുക? നടക്കാതെ എന്തിനു വെറുതെ വന്ന് കള്ളം പറയുന്നേ? പബ്ലിസിറ്റിക്കായിരിക്കാലോ. അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്റെ മാനം വിൽക്കാൻ പറ്റില്ല. എന്ത് പറ്റിയാലും സാരമില്ല, നിന്റെ മാനം പോയാൽ ഞാൻ നോക്കിക്കോളാം. കേസ് എന്താന്ന് പറയേ. ഇതുപോലുള്ള കേസ് എടുത്തിട്ടാണ് തലയിലും മുടിയും വയറിലും സിക്സ് പാക്കും ഇല്ലാതെ പോയത്. ലാസ്റ്റ് ആയിട്ട് ചോദിക്കുക, ഇപ്പൊ എന്റെ കേസ് എടുക്കാൻ പറ്റോ ഇല്ലയോ? ആവല്ലേ സാറേ, കേസ് എടുക്ക്. റെക്കമെൻഡേഷൻ അല്ലേ? അവര് സ്ത്രീയല്ലേ, റിസർവേഷൻ. താൻ തന്നെ ജോലി ചെയ്യാൻ നോക്കടോ. ദേ നോക്കൂ കുട്ടി, നീ എത്ര അപേക്ഷിച്ചാലും ഈ കേസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിന് നീ എന്ത് ചെയ്താലും വേണ്ടില്ല, പോ. 24 അവേഴ്സിൽ നിങ്ങൾ തന്നെ എന്റെ കേസ് വന്നെടുക്കും. ഞാൻ ആരാന്ന് അപ്പൊ അറിയും. 24 മണിക്കൂറായ ദിവസം മാറത്തേ ഉള്ളൂ, അല്ലാണ്ട് നിയമം മാറില്ല കുട്ടി. നിന്റെ ഈ സീരിയസ് ലുക്കൊക്കെ ഇവിടെ നടപ്പിലാവില്ല കുട്ടി. വന്നു സർ. ഗുഡ് മോർണിംഗ് സർ. തന്റെ മുന്നിൽ ലളിത എന്നൊരു കുട്ടിയുണ്ട്. അതെ ഉണ്ടല്ലോ സർ. അവര് കംപ്ലൈന്റ് കൊടുത്താ എടുക്കാൻ തനിക്ക് എന്താ പാട്? സാറേ, ഈ കേസ് നമ്മൾ എടുത്താലേ മീഡിയയുടെ മുമ്പിൽ നമ്മൾ ചമ്മി പോകും സാർ. കുട്ടി ആരാന്നറിയോ? ട്രിവാൻഡ്രത്തിൽ ആർക്ക് പ്രശ്നം വന്നാലും മുന്നിൽ നിൽക്കുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാ. സാറേ, ഈ കേസ് നമ്മൾ എടുത്താലേ. അതൊന്നും എനിക്കറിയില്ല. പറ്റുമെങ്കിൽ കേസ് എടുക്ക, അല്ലെങ്കിൽ കൂടെ തന്നെ നിന്ന് സോൾവ് ചെയ്യാം. പകരം ഈ കാര്യം ലീക്ക് ആവരുത്. 2 ദിവസത്തിൽ ഞാൻ അവിടെ കാണും. CM ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ പെണ്ണിന് വേണ്ടി സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങിയാലേ തന്റെ പോസ്റ്റിംഗ് അടുത്ത് കാട്ടിനകത്തായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി സാർ.